പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു ചെറിയ അവയവമാണ് കണ്ണ്. കണ്ണ് നമ്മൾ കർത്താവിലേക്ക് നോക്കണം. വചനം പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്നും വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നും വരും. ആ വചനം നമുക്കൊന്ന് ശ്രവിക്കാം. 121 സങ്കീർത്തനം 1, 2, 3 വചനം വചനം കേൾക്കാം. ഞാൻ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, സഹായം എവിടെ നിന്നും വരും? നമ്മുടെ കുടുംബ ജീവിതത്തിൽ സഹായം എവിടെ നിന്നും വരും? വിദ്യാഭ്യാസം, ജോലി, രോഗശാന്തി, ഇതെല്ലാം എവിടെ നിന്നും വരും? കർത്താവിൽ നിന്നും വരും. കർത്താവിലേക്ക് നോക്കുക. 2, എനിക്ക് സഹായം കർത്താവിൽ നിന്നും വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നും. 3, നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയുമില്ല. നമ്മുടെ കർത്താവ് നമ്മൾ 1-ാം സ്ഥാനം കൊടുത്ത് നമ്മുടെ കർത്താവിലേക്ക് തിരിഞ്ഞാൽ അവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല, നമ്മളെ പരിപാലിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആ കർത്താവിൽ നമുക്ക് ആശ്രയം തേടാം. പിതാവായ ദൈവമേ, ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു നിന്നിലേക്ക്. എനിക്ക് സഹായം വരണമേ, എൻ്റെ ആവശ്യം തരണമേ. എൻ്റെ രോഗപീഠകളിൽ നിന്നും എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, ജീവിതമകാളിയെ കാത്ത് പരിപാലിക്കണേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആവേ മരിയ, ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.